ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾക്ക് രണ്ട് ഭാഗത്ത് പോകാനുണ്ട് കേട്ടോ. ഒന്ന് അക്ഷയയിലേക്കും പോകണം, ഒന്ന് ഹോസ്പിറ്റലിലേക്കും പോകണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടതിൽ പറഞ്ഞിട്ടുണ്ടായി, 2 ആഴ്ച മുന്നേ ഇട്ട വീഡിയോ ആണ്, എന്നാലും അത് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്തത്. അത് കുറച്ച് വലിയ ഒന്നാമത്തെ പല്ലുവേദനയും ചെവിവേദനയൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് കാരണമൊക്കെയാണ് ഇടാനും കുറച്ച് ലേറ്റ് ആയത്. അപ്പോൾ അതേ ഇന്നെന്ന് പറയുന്നത് അതിൻ്റെ രണ്ടാമത്തെ ദിവസമല്ല, 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ പോണത്. അപ്പോൾ അത് ഡോക്ടർ ചെല്ലാൻ പറഞ്ഞിട്ട് തന്നെ കേട്ടോ. അപ്പം അങ്ങനെ പോയതാണ്. പിന്നെ അതേ ഉമ്മാക്ക് അക്ഷയയിൽ പോകാണ്ട്. അക്ഷയയിൽ പോണത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ ഉമ്മാക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്, വിധവ പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മസ്റ്ററിങ് ചെയ്തിട്ടില്ല. അപ്പോൾ ആളാണെന്നുണ്ടെങ്കിൽ ആൾ മസ്റ്ററിങ് ചെയ്തെന്നാണ് ആളെ ഓർമ്മ. അപ്പോൾ അത് ചെയ്യാത്ത കാരണം 2 പെൻഷൻ കിട്ടിയില്ല കേട്ടോ. 2 പെൻഷൻ്റെ പൈസ പോയി. അപ്പം ഉമ്മയുടെ പോലെ തന്നെ ഒന്ന് അറിയാണ്ട് ഇരുന്നിരുന്നൊരു ചേച്ചിയും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളും വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആളെ കാശും ഇതേപോലെ പോയി. ഇപ്പോൾ അതായത് ഞങ്ങൾ നേരെ ആദ്യം പോണത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. ടോക്കൺ എടുക്കാൻ തന്നെ അത്യാവശ്യം തിരക്കാണ്, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടാ. അപ്പോൾ ഈ സൂം ചെയ്തിട്ട് ഈ ടീഷർട്ടും പാൻറ്റും ഇട്ടിട്ടിരിക്കണ ഒരാളെ കണ്ട്. അപ്പോൾ ആളായിട്ടൊക്കെ കുറച്ച് ആൾക്കാർ സംസാരിച്ചു. കുറച്ച് ആൾക്കാർ വെച്ചാൽ ആദ്യം ഞാൻ ചെന്ന് സംസാരിച്ച്. അപ്പോൾ ഇന്ന ആളല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു അതെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കത് കണ്ടിട്ട് ആരാന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ആരാന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആളായിട്ട് കുറച്ച് നേരമൊക്കെ സംസാരിച്ച് ഞാൻ അപ്പം ഉമ്മാക്കും പറഞ്ഞു കൊടുത്ത് ഞാൻ ഇന്ന ആളാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതേ ആ തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങൾ ആളും സത്യം പറഞ്ഞാൽ പല്ല് ഡോക്ടറെ കാണിക്കാൻ തന്നെയും തോന്നുന്നു വന്നത്. എന്താണെന്നറിയില്ല, പല്ല് ഡോക്ടറെ തന്നെ കാണിക്കാൻ വന്നത്. എന്താ വെച്ചാൽ എനിക്ക് പല്ല് ഡോക്ടർ എക്സ്റേ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സ്റേ എടുക്കാൻ ചെന്ന് നോക്കുമ്പോൾ ആൾ അവിടെയുണ്ട്. അപ്പോൾ ആളായിട്ട് അവിടെ നിന്നും ചിരിച്ച് കുറച്ച് നേരമൊക്കെ സംസാരിച്ച്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതേ ഞങ്ങൾ നേരെ പോയത് അക്ഷയയിൽക്കാണ്ട. അപ്പോൾ അക്ഷയയിൽ പോയിട്ട് വേണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ. അവിടെ പോയാൽ ഇനി എത്ര സമയം എടുക്കുമെന്ന് അറിയില്ല. അപ്പോൾ അതേ പോണ വഴിക്ക് നല്ല എന്താ പറയുക, നല്ലൊരു ഇതൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് പോവുകയാണ്. ആ ഒരു ഫ്ലോയിലാണ്ട് പോയിട്ടാണ്. അപ്പോൾ നമ്മളെ മണ്ണുത്തി ഭാഗമാണ് കേട്ടോ. അത് മണ്ണുത്തി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗമാണ്. അപ്പോൾ അവിടെ ഉള്ളവർക്ക് ഏകദേശം അറിയാമല്ലോ, കുന്നും മലയും അങ്ങനത്തെ ഒക്കെ ഒരു ഭാഗമല്ലേ. അപ്പോൾ ആ ഭാഗമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഇത് തോന്നി, വീഡിയോ ഒക്കെ എടുത്ത് പോവാന്നുള്ളൊരു ഇതിൽ അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ഞങ്ങൾ അക്ഷയയുടെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നടക്കുകയാണ്. നിച്ചു ഉറങ്ങിയെന്ന് തോന്നുന്നുണ്ട്. ഉറങ്ങിയിട്ടുണ്ട്. ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, ശരിയാ. ഞാൻ എന്തൊക്കെയാണ് ഈ പറയണേ. അപ്പോൾ അവനും ഉറങ്ങിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ ഉമ്മയുടേതായി. പിന്നെ ഉമ്മാനെ വിളിച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി. പിന്നെ ഉമ്മയുടെ പോലെ തന്നെ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു ഇതേപോലെ അറിയാണ്ട് ഇരുന്നിട്ട്. ആ ചേച്ചിയാണ് കേട്ടോ പിങ്ക് ചുരിദാറിട്ടിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊക്കെ കുറച്ച് നേരം നിന്ന് സംസാരിച്ച്. അപ്പോൾ പിന്നെ ഉമ്മാക്ക് ആധാർ എടുക്കാനുണ്ടായിരുന്നു. ആധാർ ഉമ്മയുടെ പോയിരിക്കുക നാശമായിട്ട്. അപ്പോൾ അത് വേറെ ഉണ്ടാക്കിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതൊക്കെ മേടിച്ച് ഞങ്ങൾ പോവാൻ നിൽക്കണ്ട. അപ്പോൾ ബസ്സിന് കാത്ത് നിൽക്കുകയാണ്. ഡേറ്റ് നോക്കണേ. സ്കൂളിനും ടാറ്റ കൊടുക്കണ. അപ്പോൾ അതേ മട മസ്റ്ററിങ്ങും കഴിഞ്ഞ് പിന്നെ ആധാറൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതേ പോണ വഴിക്കാണ് ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അത് വീഡിയോയിലുള്ളത് ആരാന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരാന്ന് വെച്ചാൽ നമ്മളെ ഗൗരി ശങ്കരൻ സീരിയൽ കാണുന്നവർക്കറിയാം. ഗൗരി ശങ്കരൻ സീരിയലിലത്തെ ശങ്കറിൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആളോട് സംസാരിച്ച് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ആളും സംസാരിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേ ഞങ്ങൾ ഇന്ന് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.